കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നാഗ ചേച്ചിയുടെ പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു പ്രൊമോഷൻ പോലെയൊക്കെ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നാഗ ചേച്ചി പുതുതായിട്ട് ഏതോ ഒരു പടത്തിനകത്ത് അഭിനയിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദേവി എന്നുള്ള രീതിയിലൊക്കെ ആണല്ലോ പറയുന്നത്, എന്നിട്ട് എന്തിനാണ് ചീത്ത വിളിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്തുണ്ടെങ്കിൽ നാഗ ചേച്ചിക്ക് അവിടെ വെച്ചൊന്നും പ്രത്യേകിച്ച് മറുപടി പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷഫീന ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടണം, അല്ലെങ്കിൽ ഇതാണൊക്കെ അകത്ത് ഇടണം എന്നുള്ള രീതിയിലൊക്കെ അവരൊന്നും ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടെങ്കിൽ ബോധമില്ലാതാണ് ഓരോരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ സമയത്ത് ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാഗചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ എൻ്റെ പാട് നോക്കി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്, ഞാനുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താൻ വരുന്നതൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ചുമ്മാ ഒന്ന് നീ ഇടപെടേണ്ട ആവശ്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കരമുള്ള ഒരു തെറിവിളിയായിരുന്നു ആ വീഡിയോ മുഴുവനും നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നതാണ്. എന്തായിരുന്നാലും ശരി, നേരത്തെ കണക്ക് തന്നെ ചേച്ചിക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഷഫീനയ്ക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ഷഫീനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതേണക്ക് വന്ന് കുറ്റം പറയാറുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഷഫീനയ്ക്ക് പണി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പം നാഗ ചേച്ചിയും വന്നിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കാര്യം നോക്കി പോയാൽ പോലെ, നിനക്കെന്തിനാ എൻ്റെ വഴി വരുന്നതെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചോദ്യം കാര്യങ്ങളൊക്കെ.